ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നൂഡിൽസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ നൂഡിൽസ് ചുമ്മാ ഗ്രീൻ പീസും അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റിനകത്ത് തയ്യാറാക്കി എടുക്കാറുള്ള ഒരു നൂഡിൽസാണ് എപ്പോഴും കഴിക്കാറുള്ളത്. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഒത്തിരി നല്ല ഹെവി ആയിട്ട് കഴിക്കുന്ന തരത്തിലുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കിടിലൻ നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ബട്ടർ തന്നെ ചേർക്കാൻ നോക്കുക, എങ്കിലാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടറൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളിതൊരു സോസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആ സോസ് നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ മൈദയുടെ ഒരു പച്ചമണ്ണൊക്കെ മാറാനും വേണ്ടിയിട്ടാണ് ബട്ടറിൽ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നന്നായിട്ട് തന്നെ ഈ ഒരു ബട്ടറിൽ അലിയത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറൊക്കെ അതുപോലെ മൈദയൊക്കെ നന്നായിട്ട് തന്നെ മിക്സായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 കപ്പിന് പകരം 1.5 കപ്പ് വരെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് എടുത്ത്, ഇത് ഫുൾ ഫാറ്റ് മിൽക്ക് ആയതുകൊണ്ടാണ് ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി 1 കപ്പ് പാലും അതുപോലെ തന്നെ 1/2 കപ്പോളം വെള്ളവും അങ്ങനെയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിനകത്തുള്ള മൈദ ഇങ്ങനെ കട്ടിയായിട്ടാവും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ പാല് തിളയ്ക്കുന്നത് വഴിയാണ് അല്ലെങ്കിൽ ചൂടാവും തോറുമാണ് ഈ ഒരു മൈദ അലിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ അതുവരെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് മൈദയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്തിരിക്കുന്നത്. അതായത് ഉണക്കമുളക് ഒന്ന് പൊടിച്ചെടുത്തത് അല്ലെങ്കിൽ ചതച്ചെടുത്തത് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഒറിഗാനോ എന്ന് പറയുന്നത് ആ ഒരു നമ്മളൊരു ഇറ്റാലിയൻ സോസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഒറിഗാനോ ചേർത്തിരിക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാല് മിക്സ് ചെയ്യും തോറും നന്നായിട്ട് തന്നെ കുറുകി തുടങ്ങും. കാരണം ഇതിനകത്തുള്ള മൈദയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത് കുറുകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ നേരം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനകത്ത് ചേർക്കാം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് വേണം എന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും ബീൻസും സ്വീറ്റ് കോണും ക്യാപ്സിക്കോ അങ്ങനെയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ആദ്യം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാല് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു 1/2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ 1/4 കപ്പോളം ഉള്ള സ്വീറ്റ് കോൺ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുക്കുന്നത് ക്യാപ്സിക്കം ആണ്. അത് 2 കളറിലുള്ള ക്യാപ്സിക്കം ഒരു 3 ടേബിൾ സ്പൂൺ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബീൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഒരു ഇത്രയല്ല ഇത് കുറുകി വരിക, ഇത് ഒത്തിരി നന്നായിട്ട് കൂടെ കുറുകി വരും. നമുക്ക് ഈ പാല് തിളയ്ക്കുന്ന ഒരു സമയത്ത് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ വെജിറ്റബിൾസ് ഒക്കെ ഈ ഒരു സോസിനകത്ത് കിടന്ന് നന്നായി തന്നെ മിക്സായി ഒന്നും കൂടി അതൊന്ന് തിക്കാവാൻ തുടങ്ങും. ഇതിന് നമ്മളൊരു വൈറ്റ് സോസ് എന്നാണ് പറയുക. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കാവട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അവിടെ ആ ഒരു സോസൊക്കെ നന്നായി തിക്കാവുന്നത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിക്കണം. അതിനായിട്ടൊരു അടുപ്പത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 പാക്കറ്റോളം ഉള്ള നൂഡിൽസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ നൂഡിൽസ് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ പൊടിച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ നൂല് പോലെ തന്നെയാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇത് നന്നായിട്ട് പൊടിച്ചാണ് ഉപയോഗിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾ സാധാരണ നൂഡിൽസ് വേവിക്കാറ് അതുപോലെ വേവിച്ചെടുക്കാം. അതുപോലെ ഞാനൊരു കാര്യം പറയാൻ, ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നൂഡിൽസിൻ്റെ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാൻ അന്നേരം ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നൂഡിൽസും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വെള്ളം വറ്റിയതിന് ശേഷം ഇതേ പാനിലോട്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂണോളമുള്ള ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഇത് കഴിക്കുന്ന സമയത്താണ് ചേർക്കുക. അധികവും അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക.
ഉണ്ടാക്കാറ്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഇതിനകത്ത് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഈ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഉപ്പിടാനായിട്ട് ആ ഒരു സമയത്ത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിത് തിളപ്പിക്കുന്ന സമയത്ത് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താണെങ്കിലും ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ ഈ ഒരു റെസിപ്പിയുടെ മറ്റൊരു പ്രത്യേകത, നമ്മളിതിനകത്ത് നൂഡിൽസിൻ്റെ പാക്കറ്റിനകത്ത് കിട്ടുന്ന മസാലകളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സോയാ സോസാണ്, 1/2 ടീസ്പൂണോളം സോയാ സോസ്. ഇപ്പം ഈ കാണിച്ചതിട്ടുള്ള നൂഡിൽസ് മസാലയാണ്. ഞാൻ പറഞ്ഞ പോലെ അത് ഉപയോഗിക്കുന്നേ ഇല്ല, അത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് യൂസ് ചെയ്യാറില്ല അവിടെ. അപ്പോൾ ഇതാ സോയാ സോസും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉണക്കമുളകിൻ്റെ തന്നെ ചില്ലി ഫ്ലേക്സ് ആണ്, അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അതുപോലെ കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുന്നവരാണെങ്കിൽ 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയാണ്. ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സോസ് എന്തായെന്ന് നോക്കാം. സോസൊക്കെ നല്ല തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആദ്യത്തെ ആ ഒരു പാലിൽ നിന്നൊക്കെ മാറി നല്ല കുറുകിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആ ഒരു കുറുകിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളും ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഞാനിത് കഴിക്കുന്ന 2 രീതിയിൽ കാണിക്കാം, കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ അങ്ങ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ അല്പം സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെജിറ്റബിളൊക്കെ ചേർന്നിട്ടുള്ള വൈറ്റ് സോസ് ചേർത്തിട്ടുണ്ട്. അത് 2 കൈയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നൂഡിൽസ് അതും കൂടെ ഇതിൻ്റെ മേലെ ഒരു അടുത്ത ലെയറായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് അതേ സോസ് തന്നെ ഒരു 3ാമത്തെ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാത്രത്തിൻ്റെ ആ ഒരു വലിപ്പം അനുസരിച്ച്, അതുപോലെ അതിൻ്റെ ആഴം അനുസരിച്ച് നമുക്ക് ലെയർ കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം. അതുപോലെ ഞാൻ അല്പം ഒറിഗാനോയും കൂടെ ഇതിൻ്റെ മേലൊന്ന് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കാം. അതുപോലെ പെപ്പർ പൗഡറൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെത്തേഡ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതൊരു 5 മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ സെറ്റ് ആവാൻ വെക്കാം. അതിന് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ കിച്ചണിൽ തന്നെ വെച്ചാൽ മതി. സാധാരണ രീതിയിൽ കൗണ്ടർ ടോപ്പിൽ വെക്കുക. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒന്ന് തിരിച്ചിട്ട് കഴിയുമ്പം അത് നമ്മുടെ ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ അതൊരു സെറ്റായിട്ടിരിക്കും. ഞാനിവിടെ 5 മിനിറ്റ് എടുത്തില്ല, പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തു. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാഞ്ഞത് കേട്ടോ. നിങ്ങളൊരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ വ്യത്യസ്തമാർന്നിട്ടുള്ളൊരു നൂഡിൽസ് ഇവിടെ റെഡിയാണ്. ഇത് നൂഡിൽസ് ഇൻ വൈറ്റ് സോസ് എന്നോ ഇങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. നമ്മൾ ഇതുപോലെ പാസ്തയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വേർഷനായിട്ട് ഞാൻ നൂഡിൽസിലൊന്ന് ചെയ്തു എന്ന് മാത്രം. നല്ല സ്വാദായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കുന്ന രീതിയിലായിരുന്നു. അത്രയും രുചിയുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം സെലറിയോ അല്ലെങ്കിൽ അല്പം സ്പ്രിംഗ് ഓണിയനോ ഒക്കെ ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് നമ്മളെപ്പോഴും സാധാരണ നൂഡിൽസ് ഈ പറഞ്ഞോണം എന്നും ഒരേപോലെയാണ് നമ്മൾ ഉണ്ടാക്കുക അല്ലേ. മറ്റുള്ള ഒരു എന്താ പറയുക വിഭവങ്ങളുടെ പോലെ നമുക്ക് പല പല രീതിയിലൊന്നും പരീക്ഷിക്കാൻ ഒക്കുന്നില്ല ഈ ഒരു നൂഡിൽസ് എന്നുള്ളത്. അപ്പം ഇന്ന് ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു തരത്തിൽ ഉണ്ടാക്കി നോക്കിയത്. പക്ഷെ കുഞ്ഞുങ്ങൾക്കൊക്കെ അത്ര ഇഷ്ടപ്പെട്ടു, അത്രയും ഹെൽത്തിയുമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ വേറൊരു മോഡലിലും കൂടെ കാണിക്കുക എങ്ങനെയാണെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മഗ് എടുത്തിട്ടുണ്ട്. ഇതൊരു ചായ കുടിക്കുന്ന മഗ്ഗാണ്. ഇതിനകത്തുമാണ് ഞാൻ ഇന്നിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ മഗ് അങ്ങനെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തത്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി കഴിക്കാം. അപ്പോൾ ഇതും അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക, സെയിം പോലെ തന്നെ. പക്ഷെ എക്സ്ട്രാ ആയിട്ട് ഞാൻ അല്പം ചീസ് ഒരു ലെയറിൽ ആഡ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് കൊടുക്കുക. അതേസമയം ആദ്യത്തെ ഒരു മെത്തേഡ് കാണിച്ചത് വലിയവർക്കൊക്കെ, അതായത് ഞാനും ഹസ്ബൻഡൊക്കെ അങ്ങനെയാണ് കഴിക്കുക. അപ്പോൾ ഇവിടെ ഞങ്ങൾ വിരുന്നാരൊക്കെ വരുമ്പം ഇടയ്ക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്കും വന്നവരൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും. പിന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത്
ഇതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന ചീസ് എന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതാ ഞാൻ ചീസൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യാനുള്ളത്, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മൈക്രോവേവ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈക്രോവേവിനകത്ത് ഒരു 30 സെക്കൻഡ് അത്രയും മതിയാവും. ആ മേലത്തെ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടണം. ഇനി അതല്ല മൈക്രോവേവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ സ്റ്റീമറിനകത്ത് ഒന്ന് ആവി കയറ്റിയെടുത്താലും മതി. അതൊരു 5 മിനിറ്റ് ആവി, അതായത് വെള്ളം തിളച്ച് ആവി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റോളം സമയം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേലെയുള്ള ചീസും അല്ലെങ്കിൽ അകത്തെ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനതാ ഈ ഒരു രീതിയിൽ എന്താ പറയുക സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചീസും കൂടെ ഇതിൻ്റെ മേലെയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പം ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇത് ഈ മഗ് ആയിട്ട് തന്നെയാണ് കൊടുക്കുക. അപ്പോൾ ഒരു പ്ലേറ്റ് ആയിട്ടൊന്നും അല്ല, ഇതൊരു മഗ് നൂഡിൽസ് ചീസെന്നോ അല്ലെങ്കിൽ ചീസി നൂഡിൽസ് ഇൻ മഗ് എന്നൊക്കെ വിളിക്കാം. നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. ഇതിനകത്തുള്ള സോസും അതുപോലെ വെജിറ്റബിൾസും പിന്നെ നൂഡിൽസൊക്കെ ഒരു വേറെ രീതിയിലാണല്ലേ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു അടിപൊളി നൂഡിൽസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.